ശ്രീ ചാൾസ് ജോർജ്, ഓഫ് ഷോർ ഏരിയാസ് മിനറൽ ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേഷൻ ആക്ട് ഒരു കേന്ദ്ര നിയമമാണ്. പാർലമെന്റ് പാസാക്കി. അത് ഏറ്റവും ഒടുവിൽ 2023 താങ്കൾ പറഞ്ഞതുപോലെ മണിപ്പൂർ വിഷയം കത്തു നിൽക്കുന്ന സമയത്ത് ഭേദഗതി ചെയ്തു. ആ ഭേദഗതി യഥാർത്ഥത്തിൽ ഗിലറ്റിൻ ചെയ്യുകയായിരുന്നു. സാധാരണ നിലയ്ക്ക് യാതൊരു തരത്തിലുള്ള നിയമനിർമ്മാണ പ്രക്രിയയുടെ മാനദണ്ഡങ്ങളും പാലിക്കാതെയുള്ള നിയമനിർമ്മാണമാണ്. അപ്പോൾ ഈ കാര്യത്തിൽ ഇത് മാത്രമല്ല, ഖനനം നടക്കുന്നത് കേരളത്തിന്റെ അധീനതയിലുള്ള വാട്ടേഴ്സിന് പുറത്താണ്. 30 കിലോമീറ്റർ അപ്പുറത്താണ് ഈ ഖനനം നടക്കുന്ന ബ്ലോക്ക് ഉള്ളതും. കേരളത്തെ സംബന്ധിച്ച് നിയമപരമായി അധികാരങ്ങളൊന്നുമില്ല, പക്ഷേ രാഷ്ട്രീയമായി പ്രതിരോധിക്കാം എന്നുള്ളതാണ് സാധ്യമാവുന്ന ഒരു വഴി. താങ്കൾ തന്നെ ശരിയായി സൂചിപ്പിച്ചതുപോലെ കർഷക നിയമം പിൻവലിക്കേണ്ടി വന്നു എന്നുള്ളൊരു സാഹചര്യമുണ്ടല്ലോ. അപ്പോൾ ഇതൊരു കേന്ദ്ര നിയമം എന്നുള്ള നിലയിൽ, കേന്ദ്ര സർക്കാരിന്റെ അധികാര പരിധിയിലുള്ള ഒരു കാര്യം എന്നുള്ള നിലയിൽ സംസ്ഥാന സർക്കാരിന് എന്താണ് ചെയ്യാൻ പറ്റുക? ഇതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ് പ്രസിദ്ധീകരിച്ചത് നമ്മളൊന്നും അല്ലല്ലോ, സൈലൻസ് നായിക്കാണ് ആദ്യം. ഈ കൊച്ചിയിൽ ചേർന്ന സമ്മേളനത്തിൽ ഡോക്യുമെന്റ് അവതരിപ്പിച്ചത് നമ്മളല്ല, മൈനിങ് ഡിപ്പാർട്ട്മെന്റ് പോലും അല്ല, SBI ആണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് ഇതിനു വേണ്ടി ഡോക്യുമെന്റ് ആക്കിയിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് ഈ ബിഡർക്ക്, ഇതിന് ബിഡ് ചെയ്യുന്ന ആൾക്ക് ആവശ്യമായ എല്ലാ സഹായം കൊടുക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ സൈന്യത്തെ കൊണ്ട് ഞങ്ങൾ നടത്തുന്ന പറഞ്ഞ ഈ പരിപാടി, ഇതിൻ്റെ പ്രത്യേകത ഞാൻ പറയേണ്ടതില്ലല്ലോ. ഒന്ന്, ലോകത്ത് തന്നെ മത്സ്യമില്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഐക്യരാഷ്ട്ര സംഘടന ഒരു പഠനപ്രകാരം 2048 ആകുമ്പോൾ ലോകത്തെ ഭക്ഷ്യയോഗ്യമായ മത്സ്യം ലോകത്തിന് അപ്രത്യക്ഷമാവും. ആകെ 2 തലത്തെ മത്സ്യമുള്ളൂ ലോകത്ത്. 15 ഫിഷിംഗ് ഗ്രൗണ്ടുകളിൽ 2 തലത്തേ ഉള്ളൂ. ഒന്ന് ബംഗാൾ ഉൾക്കടൽ, 2 അറബിക്കടൽ. അത് തന്നെ ഏറ്റവും സമ്പന്നമായ പ്രദേശമാണിത്. ആ മത്സ്യമില്ലാതെയാവും. കേരളീയർ ശരാശരി 32 കിലോഗ്രാം മത്സ്യം കഴിക്കുന്ന ഒരു വർഷം. ഇത്രയധികം മത്സ്യം കഴിക്കുന്ന ജനങ്ങൾ അങ്ങോട്ട് പോകും. 1, മത്സ്യത്തൊഴിലാളി അങ്ങോട്ട് പോകും. 2, 3, കടലിൽ നിന്ന് മണ്ണെടുക്കുന്നത് നമ്മളിതുകൊണ്ട് പ്രതിഷേധിക്കുന്നത്. കടലിൽ നിന്ന് മണ്ണെടുത്ത് അവിടെ കുഴികളുണ്ടാവും. ആ കുഴി നികത്താൻ ആവശ്യം മണ്ണ് കടലിൽ വലിച്ചെടുക്കും. അവിടെ നിന്നാണ് തീരത്ത് വലിച്ചെടുക്കും. കൊല്ലം തീരത്ത് ഞാൻ ഇന്നലെ പോയിരുന്നു. അവിടെ ആ ബീച്ചിൽ മനുഷ്യർ മുഴുവൻ ഇരിക്കുകയാണ്. പഴയ ശംഖുമുഖം നിങ്ങൾ ഓർക്കുന്നില്ലേ? ശംഖുമുഖം എങ്ങനെ പോയി? നമ്മുടെ തീരത്തുറപ്പാക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും അടിയന്തരമായ ഒരു മൊറട്ടോറിയം പ്രഖ്യാപിക്കും ഞങ്ങളുടെ അഭിപ്രായം. ഇപ്പോൾ BJPയുടെ പ്രതി ഞങ്ങൾ സംസാരിച്ചിരുന്നു. വലിയ പദ്ധതി വരികയാണ്. 1.3 ട്രില്യൺ, അതായത് 1,30,000 കോടി രൂപയുടെ നിക്ഷേപമാണ് രംഗത്ത് വരുന്നത്. എന്തൊക്കെയാണെന്ന് അറിയുമോ? 7 തുറമുഖങ്ങൾ, അത് വാടുവാനും ജാഖറും അതുപോലെ വിഴിഞ്ഞവും അടക്കമുള്ള 7 തുറമുഖങ്ങൾ, അതൊക്കെ അതാലേക്ക് കൊടുത്തിരിക്കുകയാണ്. അതുകൂടാതെ തുറമുഖ റിലേറ്റഡ് സിറ്റികൾ, കപ്പൽ നിർമ്മാണശാലകൾ, കപ്പൽ പൊളിശാലകൾ, 12 കോസ്റ്റ് റിലേറ്റഡ് സോണുകൾ, ഡെവലപ്മെൻറ്റ് സോണുകൾ, 12 കോസ്റ്റ് റിലേറ്റഡ് ടൂർ സർക്യൂട്ടുകൾ, കണ്ടെയ്നർ ഫ്ലൈറ്റ് സ്റ്റേഷനുകൾ. ഞാൻ ചോദിക്കട്ടെ, ഡെവലപ്മെൻറ്റ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എവിടെയാണ് ഞങ്ങളുടെ സ്ഥാനം? മത്സ്യത്തൊഴിലാളി അങ്ങോട്ട് പോകും, അവർക്ക് ആര് കോമ്പൻസേഷൻ കൊടുക്കും? അവരവിടെ പുനരുദ്ധരിപ്പിക്കും. നമ്മൾ ഇപ്പോഴും അറിയണം, വിഴിഞ്ഞത്തിൻ്റെ പേരിൽ 40 കുടുംബങ്ങൾ ഇപ്പോഴും സിമെൻറ്റ് ഗോഡൗണിൽ കിടക്കുകയല്ലേ. ഇതുപോലും പരിഹരിക്കാൻ നമ്മൾ വികസനത്തിൻ്റെ വായ്ത്തന്നെ എല്ലാവരും ഇടാൻ പാടില്ല. അത് 2. അപ്പോൾ നമ്മുടെ തീരം നഷ്ടപ്പെടുകയാണ്, കേരളം നഷ്ടപ്പെടുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടലാക്രമണ പ്രവണതയുള്ള പ്രദേശമാണ് കൊല്ലം എന്നറിയണം, കേരളം അറിയണം. 46% നമ്മുടെ തീരം നഷ്ടപ്പെടുന്ന ഒരു വർഷം. അപ്പോൾ അതുകൊണ്ട് കേരളത്തെ രക്ഷിക്കേണ്ടതുണ്ട്. നമ്മൾ ഒന്നിച്ച് നിൽക്കാൻ പറ്റും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കാർഷിക മേഖല പ്രശ്നം എല്ലാവരെയും യോഗം വിളിച്ചു ചേർത്തല്ലോ, പെട്ടെന്ന് തീരുമാനമുണ്ടായല്ലോ. മത്സ്യത്തൊഴിലാളികളുടെ ശബ്ദത്തിനൊരു വിലയില്ലേ? അവർക്ക് ശബ്ദമില്ലേ? അവരുടെ ശബ്ദം കേൾക്കണം. ഞാൻ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക്, തർക്കങ്ങളിലേക്ക് പോകുന്നില്ല. അടിയന്തരമായി ഗവൺമെൻറ് സർവകക്ഷി യോഗം വിളിക്കേണ്ടിയിരുന്നു. ഈ വിഷയത്തിൽ സർവകക്ഷി യോഗം പ്രമേയം പാസ്സാക്കി അത് അന്ന് തന്നെ അയച്ചു കൊടുക്കേണ്ട, അത്ര ഗൗരവമുള്ളതാണ്. കാരണം ഇത് 35,000 കോടി രൂപ നിക്ഷേപമാണ് വരാൻ പോകുന്നത്. അതിൻ്റെ 1% കമ്മീഷൻ ലാവലിനേക്കാൾ വലിയ കമ്മീഷനാണത്. ഞാൻ ആർക്ക് കമ്മീഷൻ കിട്ടുന്നില്ല പറയുന്നത്, ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. അതുകൊണ്ട് വലിയ കമ്മീഷൻ കിട്ടുന്ന ഏർപ്പാടാണിത്. അതാണ് നമ്മൾ ഈ ജ്യോതികുമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് 2003-ലും 2012-ലും ഞങ്ങൾ ചേർത്ത് പരാജയപ്പെടുത്തിയ പദ്ധതിയാണിത്. അത് കേരളത്തിൽ ക്രൗൺ മാരിടൈമാണ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഞങ്ങൾ പരാജയപ്പെടുന്നു. കാരണം 10 വർഷമാണ് ഞങ്ങൾ ഹർത്താൽ നടത്തിയത്. ആ ഹർത്താൽ ഞങ്ങൾ വിജയിച്ചു, മത്സ്യത്തൊഴിലാളി വിജയിച്ചു. മീനകുമാർ റിപ്പോർട്ട് ഗവൺമെൻറ്, ഈ ഫാസിസ്റ്റ് ഗവൺമെൻറ് ആ റിപ്പോർട്ട് മരവിപ്പിച്ചു. അഭിലാഷേ, വിദേശ കപ്പലുകളുടെ ലൈസൻസ് നമ്മൾ റദ്ദ് ചെയ്തു. അങ്ങനെ വിജയിച്ച പാർലമെന്റ് ഞങ്ങൾക്ക് ഒറ്റക്കെട്ടായി ഞങ്ങൾ നടത്തിയ മത്സരം പാട് ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ഞങ്ങൾ ഇനിയും നേടും. ഞങ്ങൾ ഒറ്റ ആളെ അവശേഷിക്കുന്നവർ ഞങ്ങൾ ഒന്നിച്ച് പോരാടും. അവസാനം വരെ ഞങ്ങൾ പോരാടും. അത് ഞങ്ങളുടെ തീരുമാനമാണ്.